കൊടുങ്ങല്ലൂർ ഭരണയ്ക്കിടെ ഉറഞ്ഞു തുള്ളിയ വിദേശ വനിതയുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. സ്പെയിനിൽ നിന്നുള്ള നിത്യശ്രീ പൗള സെക്കാറയാണ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ആ യുവതി. ഭാരതീയ സംസ്കാരത്തെയും ആത്മീയതയെയും അറിയാനുള്ള നിത്യശ്രീയുടെ യാത്ര തുടങ്ങുന്നത് മാതാ അമൃതാനന്ദമയി ദേവിയെ കണ്ടുമുട്ടിയത് മുതലാണ്. കൊല്ലം ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. കൊടുങ്ങല്ലൂർ ഭരണിയുടെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ നിത്യശ്രീ പൗള സെക്കാറ ചടങ്ങുകൾക്കിടെ ഉറഞ്ഞുതുള്ളി തറയിൽ വിരിച്ച ചെമ്പട്ടിൽ വീണത് ലോകമെങ്ങും കണ്ടു. എന്താണ് സംഭവിച്ചതെന്നറിയാൻ ആ വിദേശ വനിതയെ തേടിയെത്തിയത് അമൃതപുരിയിലേക്കാണ്. അന്ന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നിത്യശ്രീ തന്നെ പറയുന്നു. ചടങ്ങുകൾ പകർത്തവേ ഉള്ളിലൊരു ശക്തി ശരീരം മുഴുവൻ പടരുന്നതായി അനുഭവപ്പെട്ടു. താളങ്ങളും പാട്ടും മുറുകിയപ്പോൾ ആ ശക്തി ആവേശം കൂടുതൽ തീവ്രമാവുകയും ക്ഷേത്രമുറ്റത്ത് ഉറഞ്ഞു തുള്ളുകയും ചെയ്തു. So I was taking pictures there and suddenly I feel this burst of energy in my body and my body starts moving on its own. I lost complete control of it and that went on for a few minutes. And after that, some local people took me on the back, so I was sitting there in the chair. But the movement started again. So they took me to the priest, where all the oracles of the festivity go as well, but the movements continue. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഭക്തയാണ് ഈ സ്പെയിൻ സ്വദേശിനി. യൂറോപ്യൻ സന്ദർശനത്തിനിടെ ബാഴ്സലോണയിൽ വെച്ചാണ് പൗള സെക്കാറ ആദ്യമായി മാതാ അമൃതാനന്ദമയി ദേവിയെ കണ്ടത്. തുടർന്ന് കേരളത്തിലേക്കും അവരെത്തി. ഭാരതീയ സംസ്കാരത്തെയും ആത്മീയതയെയും കുറിച്ചുള്ള അറിവ് നേടി. തൻ്റെ ആഗ്രഹപ്രകാരമാണ് മാതാ അമൃതാനന്ദമയി ദേവിയിൽ നിന്നും നിത്യശ്രീ എന്ന പേര് സ്വീകരിച്ചത്. My parents gave me the name of Paula, which is a Spanish name, and then Amma gave me Nityashree many years ago. It means eternally auspiciousness. സനാതന ധർമ്മത്തിലും ഹൈന്ദവ സംസ്കാരത്തിലും ഏറെ താല്പര്യമുള്ള നിത്യശ്രീ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ഒന്നായി ഭാരതീയ സംസ്കാരത്തെ കാണുന്നു. യാത്രകളേറെ ഇഷ്ടപ്പെടുന്ന ഈ സ്പെയിൻ യുവതി മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹം വാങ്ങി മറ്റൊരു യാത്രയ്ക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. ജനം, കൊല്ലം.